കേരള ബ്ലാസ്റ്റേഴ്സ് തകർന്നുപോയ സമയത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇവാൻ മുക്കമനോവിച്ച് എന്ന പരിശീലകൻ എത്തുന്നത്. അവിടെ നിന്നും ബ്ലാസ്റ്റേഴ്സിനെ കൈപിടിച്ചെണിപ്പിച്ച ഒരു മാലാഖ തന്നെയായിരുന്നു അദ്ദേഹം. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹം 3 സീസണിൽ പരിശീലിപ്പിച്ചു. ആ 3 സീസണിലും ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിച്ചെന്നുള്ള ബഹുമതിയും അയാളെ തേടി എത്തിയിരുന്നു. എന്തായാലും ഇവാൻ മുക്കമനോവിച്ച് അന്ന് പറഞ്ഞൊരു പ്രസ്താവനയാണ് ഇപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവാൻ മുക്കമനോവിച്ച് അദ്ദേഹം എത്തിയ സീസണിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഡ്യൂറൻ കപ്പ് നമുക്ക് യുവതാരങ്ങളെ കൂടുതൽ വളർത്താൻ ഉപയോഗിക്കാം, അതായിരിക്കും കൂടുതൽ നല്ലതെന്നുള്ളൊരു കാര്യം ഇവാൻ മുക്കമനോവിച്ച് വെളിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇവാൻ മുക്കമനോവിച്ചിനെതിരെ മറ്റുള്ള ക്ലബ്ബുകളൊക്കെ ധാരാളമായ വിമർശനങ്ങൾ ഉയർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഡ്യൂറൻ കപ്പിൽ കൊൽക്കത്ത ഡെർബി മത്സരം ഉപേക്ഷിച്ചൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും കൊൽക്കത്തൻ ടീമുകളെ സെമിയിലേക്കും അതുപോലെ തന്നെ ഫൈനലിലേക്കും കടത്തിവിടാൻ ഡ്യൂറൻ കപ്പ് എന്തായാലും ഒത്തുകളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന സംശയവും ഇവിടെ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് നിസ്സാരക്കാരായ എതിരാളികളെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഇരകളായി മാറാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ്സിയും ഒക്കെ ആയിരിക്കും. എന്തായാലും നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഗോവയുടെ യുവതാരങ്ങൾക്കാണ്. ഗോവയുടെ യുവതാരങ്ങൾ മികച്ച പ്രകടനത്തിലൂടെയാണ് കടന്നു വന്നിരുന്നത്. ഷിലോങ് ലെജോങ്ങിനെതിരെ അവർ അവസാന മത്സരം കളിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കാനായി പോവുകയാണ്. ഇനി അവിടെയും എന്തെങ്കിലും സംഭവിക്കുമോ, അതോ അവിടെയും ബംഗാൾ ടീമുകൾക്ക് ഒരു ആധിപത്യം ഡ്യൂറൻ കപ്പ് നൽകുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. എന്നാൽ ഗോവയുടെ യുവതാരങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടത് അവരുടെ ഒരു സ്വപ്നം തന്നെയാണ്.